ജയസൂര്യൻ സാർ, ഇന്നലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കാസർഗോഡ് വെച്ച് ഒരു ബംഗ്ലാദേശി പൗരനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വളരെ ഭീകരമാണ് കാര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരുപാട് നുഴഞ്ഞുകയറ്റക്കാർ, ബംഗ്ലാദേശികൾ, അഫ്ഗാനികൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നത് ഒരു സത്യമായ കാര്യമാണ്. പക്ഷേ പലപ്പോഴായും നമ്മുടെ കേരളത്തിലേക്ക് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കേരളത്തിലേക്ക് വന്നുകൊണ്ട് ഇവിടെ സുരക്ഷിതമായി താമസിക്കാം, ആരും ഒന്നും ചോദിക്കില്ല, ഇവിടെ ഒരു സംരക്ഷണം ഉണ്ടാവും എന്ന നിലയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 1-2 പേരെ ഇതേപോലെ തന്നെ ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ഇവിടെ വീട് വാങ്ങി താമസിക്കുന്ന ആളുകൾ പോലും ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പോലെ മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടേക്ക് നുഴഞ്ഞു കയറി താമസിക്കാൻ യാതൊരു പ്രശ്നമില്ലെന്നാണോ? കേരളത്തിലെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. അതായത് വിദേശ പൗരന്മാർ, ഭീകര പ്രവർത്തകർ, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്, ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു വിദേശിയെ, ഏതെങ്കിലും ഒരു ഭീകരവാദിയെ, ഏതെങ്കിലും ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന അല്ലെങ്കിൽ റോഹിംഗ്യൻ ആയിട്ടുള്ള ആളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, അറസ്റ്റ് ചെയ്യുകയുമില്ല. കാരണം കേരള പോലീസ് അറിയാതെ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇവരെ അറസ്റ്റ് ചെയ്ത് കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് നേരത്തെ നമുക്കറിയാം. PFIയുടെ 200ഓളം നേതാക്കന്മാരെ ഇവിടുന്ന് പൊക്കിയെടുത്ത് വിമാനത്തിൽ കയറ്റി ഡൽഹിയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാണ് കേരളത്തില് വാർത്ത അറിയുന്നത്. അതുപോലെയല്ല ഇത്. ഇതിന്റെ കാരണം കേരളത്തിന്റെ ഭരണകൂടം, കേരളത്തിന്റെ പ്രതിപക്ഷം, ഇവർ രണ്ടുപേരും ഈ ഭീകരവാദികളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിൽ വ്യാപകമായി പടർന്നു പിടിക്കുന്ന മയക്കുമരുന്ന് മാഫിയ, MDMA അടക്കമുള്ള ഇനിയും നമുക്ക് പേരിട്ട് വിളിക്കാൻ കഴിയാത്ത ഏറ്റവും പുതിയ മയക്കുമരുന്നുകൾ. ഇതൊന്നും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, പലതും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. വിദേശത്ത് ഏത് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്? ഇത്തരം മയക്കുമരുന്നുകൾ ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റ് പണമുണ്ടാക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ഭീകര സംഘടനകളാണ് ഈ മയക്കുമരുന്ന് റാക്കറ്റിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവര് സിറിയയിലോ ജോർദാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ ഇരുന്നു കൊണ്ട് ഉണ്ടാക്കുന്ന മയക്കുമരുന്ന്, ഈവൻ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഇതിന്റെ യൂണിറ്റുകൾ ഉണ്ടായേക്കാം. അവിടെ ഉണ്ടാക്കുന്ന മയക്കുമരുന്നുകൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വിറ്റഴിക്കാൻ പറ്റുന്ന നല്ല 1-ാം തരം മാർക്കറ്റാണ് കേരളം. അപ്പോൾ കേരളത്തിന്റെ തീരപ്രദേശത്ത് നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ തീരപ്രദേശത്ത് പിടിക്കുന്നത്? പിടിക്കുന്ന മയക്കുമരുന്ന് എന്തുകൊണ്ടാണ് പിന്നീട് വെളിച്ചം കാണാത്തത്? പലയിടത്തും കഞ്ചാവ് മുതൽ MDMA വരെയുള്ള കാര്യങ്ങൾ പിടിക്കുമ്പോൾ അതിന്റെ കേസ് ഒഴിവാക്കാൻ വേണ്ടി നിശ്ചിത അളവിൽ താഴെ മാത്രം എന്ന് രേഖപ്പെടുത്തി കേസെടുക്കുകയും നിശ്ചിത അളവിൽ കൂടുതലുള്ളത് എവിടെയോ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. എവിടേക്കാണ് അപ്രത്യക്ഷമാവുന്നത്? ഇത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു സംസ്ഥാന ഗവൺമെന്റും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി, ഭരണകക്ഷി, അവരുടെ പോലീസും അറിയാതെ 1% മയക്കുമരുന്ന് അല്ലെങ്കിൽ ഒരു വിദേശ ഭീകരൻ കേരളത്തിൽ താമസിക്കുകയില്ല, മയക്കുമരുന്ന് കച്ചവടം ചെയ്യില്ല. അപ്പോൾ ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, CPIMന്റെ വരുമാന സ്രോതസ്സാണ് ഈ മയക്കുമരുന്ന്. ഒരു CPIM MLAയുടെ മകനെ പിടിച്ചപ്പോൾ അതിനെ നിസാരവൽക്കരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷം വെമ്പൽ കൊണ്ടത് നമുക്കറിയാം. കാരണം CPMന്റെ MLAയുടെ മകൻ തന്നെ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ അതൊരു വലിയ കാര്യമല്ല, അതൊരു പ്രശ്നമല്ല എന്നുള്ള മട്ടിലാണ് കേരളം കൈകാര്യം ചെയ്തത്. അപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരെയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ സാഹിത്യ സാംസ്കാരിക നായകരെയോ ഒരാളെയും കണ്ടില്ല. എല്ലാവരും നാവിറങ്ങിപ്പോയി. കാരണം സ്വന്തം MLAയുടെ മകനെയാണ് പിടിച്ചത്. അപ്പോൾ അതിന്റെ കാരണം, ഇപ്പോൾ CPMന് പഴയതുപോലെ ഭരണമില്ല, ഒരു സംസ്ഥാനത്ത് മാത്രമേ ഭരണമുള്ളൂ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വരാനില്ല. അപ്പോൾ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണോ ഫണ്ട് ഉണ്ടാക്കുന്നത്,
ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഫണ്ട് ഉണ്ടാക്കുന്നത് മയക്കുമരുന്ന് കച്ചവടം കൊണ്ടാണ്. ആ മയക്കുമരുന്ന് കച്ചവടത്തിന് കച്ചവട സാധ്യത തുറന്നു കൊടുക്കാൻ ഒരു സംസ്ഥാനം മുഴുവൻ അനുമതി കൊടുക്കുമ്പോൾ അതിന്റെ കമ്മീഷൻ CPM-ന് കിട്ടുന്നുണ്ട്, അതിന്റെ നേതാക്കന്മാർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് CPM-ന്റെ പോലീസ് ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര രംഗത്ത് ഭീകരന്മാരുണ്ടാക്കുന്ന മയക്കുമരുന്നുകൾ വിറ്റഴിക്കാനുള്ള ഒരു സ്ഥലമായി, ഒരു മാർക്കറ്റായി ഇവർ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്ന മറ്റു ചില വാർത്തകളുണ്ടല്ലോ. അവിടെ സഹപാഠികളെ കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, അടിച്ചു കൊല്ലുന്നു. കേസെടുക്കാൻ പറ്റില്ല. എന്താ കാരണം? 17 വയസ്സില്ല. അപ്പൊ 17 വയസ്സിന് താഴെ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു, എന്നിട്ട് പണം ഉണ്ടാക്കുന്നു. അവര് അതിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നു, പലരും പലരെ കൊല്ലുന്നു. കൊല്ലുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ നിന്നെ കൊല്ലും എന്ന് പ്രഖ്യാപിക്കുന്നു. വാർത്ത വരുന്നു, ഭരണകൂടം അനങ്ങുന്നില്ല. എന്താണ് കാരണം? ഭരണകൂടത്തിന് കമ്മീഷൻ കിട്ടുന്നുണ്ട്. പ്രതിപക്ഷം സമരം ചെയ്യുന്നില്ല. കാരണം ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒറ്റ മുന്നണിയിലെ 2 ഘടകകക്ഷികളാണ്. അതുകൊണ്ട് കോൺഗ്രസിനും CPM-നും ഇതിനെ എതിർക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും കൂട്ടുകച്ചവടമാണ് നടത്തുന്നത്. എന്നാൽ ഇത്തരം പരിപാടികൾ BJP ഭരിക്കുന്ന സംസ്ഥാനത്താണെങ്കിലോ 224 പേരെയാണ് UP പോലീസ്, ഉത്തർപ്രദേശ് പോലീസ് വെടിവെച്ചു കൊന്നത്. കാരണം ഇവരെയൊന്നും നിയമത്തിന്റെ മുമ്പിലോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. വിട്ടുകൊടുത്താൽ അവൻ നാളെ ഊരി വരും. ഇവന്റെയൊക്കെ പുറകിൽ കോടികൾ ശമ്പളം പറ്റുന്ന വലിയ വക്കീലന്മാരുണ്ട്, വലിയ വലിയ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് നിയമത്തിന്റെ മുമ്പിലേക്ക് കൊടുത്താൽ ഇവൻ നാളെ ഊരി പുറത്തു വരും. എന്നിട്ട് അവൻ ഇതിനേക്കാൾ വലിയ സംഭവങ്ങളാണ്. അതുകൊണ്ട് 224 പേരെയാണ് UP പോലീസ് വെടിവെച്ചു വന്നത്. കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? ഒരുത്തനെ പിടിച്ചകത്തിടാനുള്ള കെൽപ്പ് കേരള പോലീസിനുണ്ടോ? ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഭരണകക്ഷി ഇതിന്റെ മൊത്ത കച്ചവടക്കാരാണ്. MDMA-യുടെ മൊത്ത വിതരണക്കാരനാണ് പിണറായി വിജയൻ. ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഇത് നടക്കില്ല. ഇവിടെ കേരള പോലീസിന്റെ പരിപാടി എന്താണ്? കേരള പോലീസിന്റെ പരിപാടി ഇവിടെ പിടിക്കുന്ന മയക്കുമരുന്ന് മറിച്ച് വിറ്റ് കാശ് പാർട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ പോലീസിന്? കേരള പോലീസ് കഴിവില്ലാത്ത പോലീസാണ്. ലോക പോലീസുകളിൽ 1ാം നിരയിൽ നിൽക്കുന്ന പോലീസ് സേനകളെ എടുത്താൽ അതിലൊന്നാണ് കേരള പോലീസ്. ആ കേരള പോലീസിനെ വന്ധ്യംകരിച്ച് പാർട്ടിയുടെ അടിമകളാക്കി മാറ്റി പാർട്ടിക്ക് പണമുണ്ടാക്കാൻ വേണ്ടി ഇതേപോലെയുള്ള മയക്കുമരുന്ന് കച്ചവടത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഭീകരവാദികൾ ഇവിടെ വിലസുന്നത്. വിദേശ പൗരന്മാര് കേരളത്തിൽ വരുന്നത് വാർക്കപ്പണിക്കാണെന്നാണ് പറയുന്നത്. ഇവരെ പാർട്ടി വിളിക്കുന്ന ഒരു പേരുണ്ട്, അതിഥി തൊഴിലാളികൾ. അവരിപ്പോ എന്തുകൊണ്ടാവും അടുത്ത തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് ചങ്കൂറ്റത്തോടെ പറയുന്നത് എന്താ? 40 ലക്ഷം അതിഥി തൊഴിലാളികൾക്ക് വോട്ടവകാശം കൊടുത്തിട്ടുണ്ട് CPIM. 40 ലക്ഷം അതിഥി തൊഴിലാളികൾക്ക്. അപ്പോൾ ആ 40 ലക്ഷം പേരുടെ വോട്ടിന്റെ പിൻബലത്തോടെ അവർ പഞ്ചായത്ത് ഭരിക്കും, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഭരിക്കും, അടുത്ത തവണ അസംബ്ലിയും ഭരിക്കും എന്നുള്ള അഹങ്കാരമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയവുമില്ല. ഇവിടെ 10ഓ 100ഓ പേര് മരിച്ചാൽ എന്താ? ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ മയക്കുമരുന്ന് അടിച്ച് തീർന്നാൽ എന്താ? ഇവിടെ സ്കൂൾ കുട്ടികൾ തമ്മിൽ തല്ലി ചത്താൽ എന്താ? ഇവിടെ SFIക്ക് യൂണിറ്റുകൾ കൂടും, ഇവിടെ പാർട്ടി വളരും, പാർട്ടിക്ക് സമ്പത്ത് കൂടും. അതിനുവേണ്ടി വിദേശ പൗരന്മാരെ കയറൂരി വിട്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇത് പൊക്കിയെടുത്ത കേസുകൾ മാത്രമാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു കേരള പോലീസുകാരനും ഒരു വിദേശിയെയും തൊടാനുള്ള ധൈര്യമില്ല. കാരണം കേരള പോലീസിന്റെ തലതൊട്ടപ്പനായ പിണറായിക്ക് ശമ്പളം കൊടുക്കുന്നത് അന്താരാഷ്ട്ര ഭീകരന്മാരാണ്. അവരാണ് വിദേശ പൗരന്മാരെ കേരളത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് CPIM എന്ന പാർട്ടിയും കോൺഗ്രസ് എന്ന പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യദ്രോഹപരമായ നിലപാട്. തീർച്ചയായും എന്തുതന്നെയായാലും ഈ പറയുന്നത് പോലെ കേരളം ഒരു രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു പറുദീസയായി മാറുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഗൗരവകരമായ ചർച്ച നടക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് കേരളത്തിലെ ഒരു മതേതരത്വത്തെ ചോദ്യം ചെയ്യുകയോ മതവിഭാഗങ്ങളെ ചോദ്യം ചെയ്യുകയോ ഒന്നുമല്ല. ഇത്തരം ബംഗ്ലാദേശി പൗരന്മാരും ഇത്തരം ആളുകളും ഒക്കെ കേരളത്തിൽ വന്ന് തമ്പടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന രീതിയിലാണ് ആ ചർച്ച മാറേണ്ടത്. ആ അർത്ഥത്തിൽ മാത്രമാണ് പറയുന്നത്. അത് ഗൗരവകരമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ മയക്കുമരുന്നിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളും ആരാണിത് കൊണ്ടുവരുന്നത്, എന്തിനാണ് ഈ ഫണ്ട് പോകുന്നത്, ഇതൊക്കെ തുറന്നു പറയാനുള്ള ആർജവം ഇവിടുത്തെ മറ്റുള്ള ആളുകളും കാണിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് അങ്ങേക്ക് ഒരുപാട് നന്ദി.